ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്ന തൃപ്പൂണിത്തുറയിലെ ഉദയംപേരൂരുള്ള അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഇന്ന് രാവിലെയാണ് ഈ നടൻ്റെ വിയോഗം, ശ്രീനിവാസൻ എന്ന മഹാനടൻ്റെ വിയോഗം ഉണ്ടായത്. രാവിലെ 8:30 മണിക്കാണ് തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. കണ്ണൂരിലെ പാട്യത്തു നിന്ന് തുടങ്ങിയ ഒരു ജീവിതയാത്ര തൃപ്പൂണിത്തുറയിൽ അവസാനിക്കുകയായിരുന്നു. കുറേയേറെ കാലമായി അദ്ദേഹം ഉദയംപേരൂരിലായിരുന്നു താമസം. മനുഷ്യൻ പ്രകൃതിയിലേക്ക് മടങ്ങണം എന്ന വലിയൊരു ചിന്തയുടെ തേരാളിയായിട്ടാണ് അദ്ദേഹം ഉദയംപേരൂരിൽ താമസിക്കാൻ വന്നത്. കർഷകരുമായി ഒന്നിച്ചു ചേർന്ന് അദ്ദേഹം പാടത്തേക്ക് ഇറങ്ങാനും അദ്ദേഹം ധൈര്യം കാണിച്ചു. രാസവളങ്ങൾ ചേക്കേറുന്ന ഈ കൃഷിയിടങ്ങളിലൊക്കെ തന്നെ നല്ല നെല്ലുൽപ്പാദിപ്പിക്കാൻ ഇറങ്ങിയ കഥയും ശ്രീനിവാസൻ നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു. അതുപോലെ ഇംഗ്ലീഷ് മരുന്നുകൾക്കെതിരായി പ്രകൃതി ചികിത്സ നടത്തുന്നതാണ് ഉത്തമം എന്നുകൂടി മലയാളികളെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹം ശ്രമിച്ചു. ശ്രീനിവാസൻ ഇവിടെ നൽകുമ്പോൾ ഒരു മലയാള സിനിമയിലെ വലിയൊരു അധ്യായം ഇവിടെ അവസാനിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്കത് പറയാം. എപ്പോഴും നിഴലുപോലെ അദ്ദേഹത്തിൻ്റെ പത്നി വിമല ചേച്ചി കൂടെ ഉണ്ടായിരുന്നു. എപ്പോഴും അദ്ദേഹത്തിൻ്റെ സുഖത്തിലും ദുഃഖത്തിലും 24 മണിക്കൂറും അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ച, മറ്റൊരു മോഹവുമില്ലാതെ നടന്ന ഒരു ധർമ്മപത്നിയായിരുന്നു ചേച്ചി. അതുകൊണ്ട് തന്നെ ചേച്ചിക്കായിരിക്കും ഇതൊരു പക്ഷേ ഏറ്റവും താങ്ങാൻ ബുദ്ധിമുട്ടുള്ളത്. ഇപ്പോൾ ഉദയംപേരൂരിലെ ശ്രീനിവാസൻ്റെ വസതിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ഹാഷ്മി താജ് ഇബ്രാഹിം കൂടി ചേരുന്നു. ഒരുപക്ഷേ ഓർമ്മകളുടെ വളപ്പൊട്ടുകളുള്ള ആ വീട്ടിലെ ദുഃഖങ്ങൾ ഒപ്പിയെടുക്കാൻ ഹാഷ്മിക്ക് കഴിയുമെന്ന് ഞാൻ കരുതുന്നു. പറയൂ ഹാഷ്മി. ഉറപ്പായും എസ് കെ ഇങ്ങോട്ടേക്ക് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സംവിധായകനെ, പ്രിയപ്പെട്ട തിരക്കഥാകൃത്തിനെ, പ്രിയപ്പെട്ട നടനെ ഒരു നോക്ക് കാണാൻ ഉദയംപേരൂരിലെ വീട്ടിലേക്ക് ഇങ്ങോട്ടേക്ക് ഒരുപാട് പേർ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അതിൽ സഹപ്രവർത്തക, അഭിനേതാക്കൾ, നാട്ടുകാർ, സാധാരണക്കാർ ഒരുപാട് പേർ ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. അല്പസം മുമ്പാണ് എസ് കെ ആശുപത്രിയിൽ നിന്നും ശ്രീനിവാസന് ഭൗതികശരീരം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ഒരുപാട് ഓർമ്മകൾ ഇവിടെ നിൽക്കുന്ന മുഖ്യമന്ത്രി ഇങ്ങോട്ടേക്ക് എത്തും എന്ന അല്പസമയത്തിൽ എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇങ്ങോട്ടേക്ക് ഇവിടെ ശ്രീനിവാസൻ എങ്ങനെയാണ് ഓർക്കുന്നത്? അല്ല, ശ്രീനേട്ടൻ നമ്മളുടെ ഒരു ഗുരുസ്ഥാനിയാണ്. പിന്നെ വിനീതും ധ്യാനവും ഒക്കെ ആയിട്ടുള്ളൊരു കുടുംബം പോലെയുള്ളൊരു ബന്ധമാണ്. അതിൽ കൂടുതലൊന്നും. അങ്ങനെ നമ്മൾ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ഒരു 100 ആയിരത്തോ ഒരുപാട് ഓർമ്മകൾ അവരുടെ ഓർമ്മ ഇരമ്പം ഇവിടെ ഇങ്ങനെ കാണാതെ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ട്. എസ്കിൽ ഒരുപാട് പേർ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അല്പസമയത്തിന് മമ്മൂട്ടി അടക്കമുള്ളവർ ഇങ്ങോട്ടേക്ക് വരും എന്നാണ് അറിയാൻ കഴിയുന്നത്. സംസാരിക്കുമ്പോഴൊക്കെ ബാക്കി വെച്ചു പോയ ഒരു പക്ഷേ മലയാളവും അല്ലെങ്കിൽ മലയാള സിനിമയും എക്കാലം ഉണ്ടോ അക്കാലത്തോളം ഇവിടെ നിലനിൽക്കുന്ന ശ്രീനിവാസൻ ബാക്കി വെച്ചു പോയ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ അഭിനയ നിമിഷങ്ങൾ, ഡയലോഗുകൾ, തിരക്കഥകളൊക്കെ അതിനെപ്പറ്റിയുള്ള ഓർമ്മകൾ ഇവരിങ്ങനെ പറയുന്നുണ്ട്. ഇവിടെ ഒരു വലിയ സങ്കടത്തിൻ്റെ അന്തരീക്ഷമുണ്ട്. അസ്കൻ ഉറപ്പായി നമുക്കറിയാം ശ്രീനിവാസൻ ഇടക്കാലത്ത് തീരെ വയ്യാതായിരുന്നു. അതിനുശേഷം അദ്ദേഹം തിരികെ വരികയും വീണ്ടും പ്രതികരണങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അദ്ദേഹം ആരോഗ്യം വീണ്ടെടുത്ത് മലയാള സിനിമയിലേക്ക് മടങ്ങി വരുന്നു എന്ന കൃത്യമായ ചില സൂചനകൾ, അദ്ദേഹത്തിന് ആരോഗ്യം നല്ലവണ്ണം മെച്ചപ്പെടുന്നതും അതേ പൊതുവേദികളിലേക്ക് വരുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം വളരെ പെട്ടെന്ന് ഈ മരണം അങ്ങേയറ്റം ആകസ്മികമാണ് എന്ന് തന്നെയാണ്. അതിൻ്റെ ഒരു ഷോക്ക്, അതിൻ്റെ ഒരു ആഘാതം ഇവിടെ വരുന്ന എല്ലാ മനുഷ്യന്മാരുടെ മുഖങ്ങൾ ഉണ്ട്. എസ്കിൻ ഉറപ്പായി നമ്മൾ നേരത്തെ പറയുന്നത് പോലെ ഇത് ഏതെങ്കിലും തീർത്താൽ അല്ലെങ്കിൽ ആലങ്കാരികമായി പറയുന്നതല്ല. ഇത് തീർത്താൽ തീരാത്ത വിടവ് എന്ന് പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ തീർത്താൽ തീരാത്ത വിടവ് തന്നെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.